ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു ചെടിൻ്റെ കാര്യങ്ങൾ. നമ്മൾ ചെടിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ചെടി ഉണ്ടോ, എന്താണ് അതിൻ്റെ പുതിയ അപ്ഡേറ്റ് ഒന്നും ഇല്ലല്ലോ, ചെടികളുണ്ടോ, സെയിലായോ, പിന്നെ കായ്ച്ചതുണ്ടോ, ഇപ്പോഴത്തേക്ക് വില, എന്തൊക്കെ സാധനം ഉണ്ട്, ഒരുപാട് ആൾക്കാർ കൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നിന്നപ്പോഴേ പക്ഷേ നമുക്കും കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കുറേ വീഡിയോകളൊക്കെ ഇങ്ങനെ ഒരു ക്ഷാമം കണ്ടൻറ്റിനൊക്കെ. എന്നാൽ പിന്നെ ഇനി ആൾക്കാർ ചോദിച്ചതല്ലേ, അപ്പോൾ പക്ഷേ നമുക്കൊരു വീഡിയോ പാടെ ഇടാം, എന്തൊക്കെ സാധനങ്ങളുണ്ട്, കായ്ച്ചതുണ്ടോ, വരെയും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആദ്യം ഒന്ന് ഓനെ വിളിച്ചു നോക്കണം, ഓൻ അവിടെ ഉണ്ടോ, പെരയിലുണ്ടോ, എവിടെയാണെന്നൊക്കെ ഒന്ന് വിളിച്ചു നോക്കണം. നമ്മളങ്ങനെ തന്നെയാണ്, സാധനങ്ങളുണ്ട്, ഓൻ പെരയിലുണ്ടോ, എന്തൊക്കെയുള്ള അവസ്ഥ ഒന്നും ഇപ്പോൾ നമുക്കറിയില്ല, ഞാനും കുറേ പോയിട്ട്. അപ്പോൾ ഏകദേശം നമുക്ക് പോയി നോക്കാം എന്തൊക്കെയുണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഒക്കെ. നമുക്ക് സാധനം ഒരുപാടുണ്ടോ, പിന്നെ എന്താ വില, കാര്യങ്ങൾ ഒക്കെ നമുക്ക് പുതിയത് എന്തെങ്കിലും ഉണ്ടോ ഒക്കെ പോയി നോക്കാം. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പാടെ നിൽക്കുക, പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം പോയി നോക്കാം എന്തൊക്കെയുണ്ട് നോക്കേ. അങ്ങനെ നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലെത്തിയിട്ടോ, പന്തലൊക്കെ കിട്ടണേ, മെച്ചത്തിലാണ് പന്തലും കാര്യമൊക്കെ കിട്ടണേ. കച്ചവടം ഉണ്ട്, വീഡിയോട്ടിൽ മെച്ചുണ്ട്. സാധനങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചാൽ കുറച്ച് ബാർപ്പിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അവിടെ കയറി വെക്കാം നമുക്ക് ആദ്യം. ആ ബാർപ്പിൻ്റെ മേലെ നമ്മളെ ഭരണത്തിനാലോ കൊപ്പരാട്ടാണല്ലോ, ഇതൊരു സംരംഭമുണ്ട്. ഇനി ഇവിടുത്തെ സംഗതികൾ കാണിച്ചു തരാം. ഇവിടെ ആരൊക്കെ കഴിച്ച ഇത് കൊടുക്കാനുള്ള സാധനമാണോ? ഇത് കൊടുക്കൂലേ? കൊടുക്കാത്ത സാധനങ്ങളപ്പൊ നമ്മൾ കാണിച്ചാൻ പോണേ. അല്ല ഇതെന്താണ് അടക്കപ്പായ? ചാമ്പക്കാണ്. എനിക്ക് സാധനത്തിന്റെ പേരാന്ന് അറിയാത്തോണ്ടേ ഒക്കെ കഴിച്ചിന്. ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്, മദർ പ്ലാന്റ് ആയിട്ട് ഉണ്ടാക്കിയാണ്. ഇവിടുത്തെ മേലത്തൊക്കെ അങ്ങനെ തന്നെ. അടുത്ത് ഫുള്ള് കഴിച്ചനല്ലേ? ഇത് കഴിച്ചിട്ട് പോരായോ? കുറച്ചായി പോത്തിട്ടില്ലടാ. നമ്മളെ ബറാബല്ലേ ഇത് വലിയ കായുണ്ടായിട്ടുണ്ട്, അത് പോത്ത് തന്നെ. ക്രിക്കറ്റ് ബോള് അല്ല ഞാൻ ഇന്റെ തന്നെ. എന്തൊരു ചീരന്റെ പേരായിരുന്നു? ഓന് മറ്റേ പൊന്നാങ്കണ്ണി. പൊന്നാങ്കണ്ണി ചീര. ഇത് സാധാ ചീരയാണ്. അപ്പൊ പുതിയുണ്ടെങ്കിൽ നമുക്ക് ചീര നടാന്നുള്ള തെളിവുണ്ടായിരുന്നു. ഇത് നമ്മളെ ചാമ്പക്കാല, സ്റ്റാർ ഫ്രൂട്ട് അല്ല, ഇത് ചതുരപ്പുളി മധുരള്ള ചതുരപ്പുളി. ഇതായിട്ടില്ലേ? തിന്നാൻ പറ്റിയൊരു സാധനം ഞാൻ കാണുന്നുണ്ട്. പറിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രശ്നകരം. അത് ഞാൻ കാണിച്ചു തരാം. ഇതല്ലേ സിദ്ധിക്ക? ഇത് നമ്മളെ ബേറാപ്പിള്. ഇത് തിന്നാണല്ലോ, അടിപൊളിയല്ല അന്ന്. ഇങ്ങോട്ട് ഇവിടൊക്കെ ഉള്ള സാധനമൊക്കെ കഴിച്ചു, എല്ലാം കഴിച്ചു. അപ്പൊ നിങ്ങള് വില കൊടുത്താൽ ചിലപ്പോ തരാവോ? തരൂലെന്ന് പറയണത്. ഇത് കൊടുക്കാം, ഇത് നമ്മ ഇങ്ങനെ കാട്ടി കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞ സാധനം എന്താക്കണേ, ഇതാണ് ഇപ്പൊ ഞാൻ പറിച്ച മുന്നേ ചീത്തറി പറഞ്ഞ. ചീത്തരത്തില്ല, ഇതൊന്ന് പറിച്ചാടാ, രണ്ടെണ്ണം പോ കട്ട് ചെയ്തു. പക്ഷെ ഇതായിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നുപാടെ പോക്കാണ്ട്. കാരണം ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാക്കിയതാ, തൈ ഇവിടുന്ന് ഉണ്ടാക്കിയതാ, തൈ ഇവിടുന്ന് ഉണ്ടാക്കിയല്ലേ? അല്ലേ, കാരണം ഈ മരം എന്റെ വീട്ടിലുണ്ടായി. അപ്പൊ അതാണ് ഞാൻ ഇതായിട്ടില്ല എന്ന് പറഞ്ഞത്. കാരണം നല്ല വലിപ്പം, അത്യാവശ്യം വലിപ്പം വരും. ഞാൻ ഇപ്പൊ രണ്ടെണ്ണം പറിച്ചു, അത് വലിയൊരു മധുരം കിട്ടിയില്ല. നല്ല വലിപ്പം വരുവേ. കവറിട്ടേക്കാഞ്ഞാല് മറ്റേ ആവലാള് കൊണ്ടുപോകും. അത് പന്തലൊക്കെ ഇട്ടതാ, പെറ്റാക്കി ഉണ്ടായിരുന്നു. കൊറേ എന്നോട് പറയുന്നു പന്തലൊക്കെ ഇട്ടണ നമ്മളോനൊന്നും കാണും കരുതിട്ടോ. നമുക്കറിയാലോ നമ്മളെ അവസ്ഥ. ഇതിലും ആയിട്ടില്ലല്ലേ? ഇതായിക്കണോ ഇവിടെ തോന്നുന്നു? ആയില്ലല്ലേ? വെയിലിട്ടിട്ടാ നോക്കാം. ഒരു വൈറ്റ് കളർ ഇങ്ങോട്ട് വരും. ഇത് മറ്റേതാണോ ചെടി? അത് നമ്മളെ പേരാണ് കിട്ടാത്തത്. പേര് കിട്ടാത്ത എനിക്ക് പേരിട്ടാതൊക്കെ
ഡ്രാഗനാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ആരാണ് പറഞ്ഞിരിക്കുന്നതാ ചെക്കന്മാര് വരെ പഠിച്ചിട്ടോ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പൊ ഇന്ന് പറഞ്ഞു വെക്കാനല്ലേ ആ ഒരു ആൾക്കാരൊക്കെ കാണാൻ. പിന്നെ കേബേജ് ഇട്ടോ. ഇനി നമ്മക്ക് നാട്ടിക്കൊന്നും പോണ്ട അല്ലേ? കേബേജ് ഇത് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. വെറുതെ ഒരു ഇത് കൊണ്ടുവന്ന് വെച്ചോക്കിയാണ്. വെറുതെ ഇവിടെ നോക്കുമ്പോഴാണ് സാധനം ഇതിമോ കൂടണ്ട. ഇത് നമ്മളെ പേരക്കടാ മറ്റേ വയലറ്റ് കളറ്. ഇതിന്റെ അടിയിലുണ്ടായിരുന്നെന്താ ഈ തൈകള്? അതൊക്കെ ചീര ഇതൊക്കെയാണ്. ഇത് ചീര വത്തക്ക അല്ലേ? കണ്ട് മാറ്റം നല്ല കണ്ട് നല്ല പരിചയമുണ്ട്. ഇതോ ഇത് നമ്മളെ മൂച്ചി അല്ലേ? ചിമ്മിലോ പിലോ തന്നെ. ചക്ക ഉള്ളത് കഴിഞ്ഞോ? ചക്ക ഉള്ളതൊക്കെ കഴിഞ്ഞു. ചക്ക ഉള്ള എനിക്കറിയില്ല. ചക്ക ഉണ്ടായ എവിടെ പോകുന്നു? ചക്ക ഉണ്ടായ കാണാൻ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. ഇതോ റംബൂട്ടാന് NIT റംബൂട്ടാന്. ഇനി ഡ്രമ്മ് കയറ്റണേ. അപ്പൊ ഇവിടെ അനവധി സാധനങ്ങളുണ്ട്. ഇതൊക്കെയാണ് മദർ പ്ലാന്റ് ആയിട്ട് ഇവിടെ എത്തിക്കുന്നത്. നമ്മളും വേണ്ട ഒരു വൈബ്. തേനീച്ചനെ പറഞ്ഞയച്ചു. ഇത് മറ്റെന്താടാ? ഇതെനിക്ക് വേണമെങ്കിൽ കാട്ടിത്തരാ. ഇത് നമ്മളെ കടലല്ലേ? ആടാ കായ് ഉണ്ടാവും ചെലപ്പോ. അതെ കടല ഉണ്ടായിരുന്നല്ലോ. രണ്ടാഴ്ചയിലും ഫോണാകുമ്പോ സാധനം കഴിഞ്ഞുണ്ടോ? ഇഷ്ടംമാരുണ്ടാവും. ഇതൊക്കെ അതന്നെ. ഞാൻ വെറുതെ ഒരു ഇത് ഇട്ട് നോക്കിയാ ഉണ്ടാവും അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യണ്ടേ? കാലാവസ്ഥ നമ്മള് ഓരോ ഇത് വെറുതെ ഒരു ഇത് ഇട്ട് നോക്കിയാണ്. സാധനം ഉണ്ടാവും. ഇനി കയറ്റണം കണ്ട് കുറച്ചും പാടെ. മഴക്കാലം കഴിയുമ്പോ ഇത് ഫുള്ളാക്കും. അപ്പൊ നമ്മളെ ഇവിടെ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ടായിരുന്നു? ഇത് ചാമ്പക്ക വലിയതാട്ടോ. ചെറുതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഈ ഒരു 200 രൂപ കൊടുക്കാം. 250-300 പുറത്തുണ്ടാവും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു നമ്മള് മറ്റേ ഇതാണ് ചിക്കു ബനാന 200. ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ റേറ്റ് ആണ്. ഇനി വിയറ്റ്നാം 100 രൂപയുണ്ട്. ഒരു എല്ലാരും വെക്കണം. എല്ലാരും മക്കളെ നമ്മൾ ഉദ്ദേശമാണ്. കാരണം ആ 100 കൊടുക്കാന്ന് ചോദിച്ചാൽ വേറെ ഒന്നുണ്ടല്ലോ. നമുക്ക് ഏകദേശമൊക്കെ ചേർത്തിന്റെ വിലകൾ നമുക്ക് തന്നെ അറിയാം. ഇനി ഇത് 100 രൂപേന്റെ മാവ്. അത് 100 രൂപ. മല്ലിക അത്യാവശ്യം വലിപ്പമുണ്ട്. എങ്ങനെ ഇനിയിപ്പോ കൊടുക്കാൻ പറ്റില്ല. കായില്ല. ഇത് പിന്നെ നമ്മളെ തായ്ലാൻഡ് ഓൾ സീസൺ അല്ലേ? അതിലൊരൊറ്റ പ്ലാന്റ് ഉള്ളു. കഴിഞ്ഞു. ഇത് നമുക്കൊരു 150 രൂപ. ബോപ്പുണ്ട്. വേറെ ആപ്പിള് പൂട്ട് നമ്മള് 100 കണ്ടില്ലേ? ആ സാധനം ഫുള്ള് പോവാ. ഇത് നമുക്ക് 150 കൊടുക്കാം. അതേമാതിരി നമ്മളെ ഇതാ സ്റ്റാർ ഫ്രൂട്ട് കായനുണ്ട്. ഉള്ള കണ്ടപ്പോ കൊണ്ടുപോകാനുള്ളതാണ് ആ കൂട്ടം. ഇതേ ഒരാൾക്ക് എടുത്തുവെച്ചാണ്. അപ്പൊ ഒക്കെ അതേമാതിരി കായലില് കൊടുക്കാനുള്ളതാണ്. ഒക്കെ തന്നെ 150 രൂപ. ജ്യൂസ് അടിച്ച് ഈ സാധനം നമ്മൾ കൊടുത്തിന്റെ ഇപ്പൊ ഇതുവരെ 200-ഇനി
നമ്മൾ 150. 150 ഇതുവരെ കൊടുത്തിരുന്നു ഓഫർ, വീണ്ടും ഓഫർ. ഇനി 150. അതിന് 150. അതിനൊരു സാധനം പോയിട്ടുണ്ടല്ലോ, സാധനം ഇഷ്ടംപോലെ സാധനം വരാം. ഇനിയിപ്പോ നമ്മളെ റെഡ് ജാക്കും ഇതൊക്കെ വരാണ്ട് ഒരു 2 ആഴ്ച പിടിച്ചെന്നുള്ളൂ. ടൈം എടുക്കും. അപ്പൊ നമ്മൾ ജ്യൂസ് എടുത്ത് കുടിച്ചിട്ടോ, ഇങ്ങനെയായിട്ടാണ് ജ്യൂസ് എടുക്കുന്നത്. അടിപൊളിയാണ്. അബിയു അതെന്താണ്? അബിയു ആ ഫ്രൂട്ട് ഇത് നമുക്ക് ഇവിടെ ഉണ്ടായില്ല. നമ്മള് നുറുവിൽ വെച്ച് കണ്ടില്ലേ, ഈ തലക്ക് വെച്ച് ആ സാധനമാണ്. പക്ഷെ ഇത് ഫ്രൂട്ട് ആയിട്ടില്ല. ഇത് അടിപൊളി സാധനമാണ്. നമുക്ക് എന്താ കാട്ടി കൊടുക്കപ്പോ കാണാൻ കയ്യിലില്ല. ഇത് യൂട്യൂബിൽ അടിച്ചാൽ മതി, സാധനം ഏതാന്നുള്ളത് മനസ്സിലാവും. അടിപൊളി സാധനം. ഇത് നമുക്കൊരു ഇതൊരു 200 കൊടുക്കാം. 250 അല്ല പരിപാടി നടന്നോട്ടെ. പിന്നെ കവുങ്ങും തൈ ഇതാ, അടിപൊളി കവുങ്ങും തൈ. ഇത് 35 ഉറുപ്പ്യ. ഇത് പിന്നെ നമുക്ക് കൂട്ടാനും കുറക്കാനും കഴിയൂല. ഇത് നമുക്ക് കൂട്ടാനും കുറക്കാനും കഴിയൂല. കാരണം നമുക്ക് ഇപ്പോൾ കിട്ടിയോ അത് തന്നെയാണ്. നമുക്ക് പിന്നെ നമ്മളെ പേരക്ക നമ്മളിപ്പോ 100 കണ്ടില്ലേ, ആ സാധനം തായ് പിങ്ക്, തായ്ലാന്റ് സാധനമാണ്. ഇവിടെ നമ്മളെ നാട്ടില് സെറ്റായി. ഇപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ ബെഡൊക്കെ വരുന്നു. ഇത് ലെയറിംഗ് ആണ്. ഏകദേശം ഒരു 6 മാസം കൊണ്ട് എങ്ങനായാലും കായ്ക്കും, 100% ഉറപ്പാ. ഏത് ഇതോ? പൂ വരും. ഞാനത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉള്ള സാധനം എനിക്ക് അറിയാമല്ലോ. പക്ഷെ ഇതെന്താ വെച്ചാല് പൂളില് കൊണ്ടുപോവാണ്. അത് നമുക്ക് 100 ഉറുപ്പ്യ കൊടുക്കാം. പിന്നെന്താണ് നെല്ലി. ഇത് റെഡ് നെല്ലി. നമ്മൾ ഇന്നാള് വന്നീല് അതേ സാധനം. ഇത് നമുക്കൊരു 200 ഉറുപ്പ്യ കൊടുക്കാം. 300 ഉറുപ്പ്യ 400 ഉറുപ്പ്യൊക്കെ. ഇത് പലപോലും പല കോലത്തിലും വാങ്ങുന്നുണ്ട് ഈ സാധനം. കാരണം നമുക്ക് പുതിയ ഐറ്റം വന്നാണ്. ഈ സാധനം ഞാൻ പറഞ്ഞത് ഒന്നായിട്ട് ഒരാൾക്ക് എടുത്തുവെച്ചാണ്. എല്ലാവരും കാഴ്ച വേണം പറഞ്ഞോണ്ട് കാഴ്ച തന്നെ കൊടുക്കും. കാഴ്ചയോളം ഇവിടെ കിട്ടിയിരുന്നുള്ളൂ. ഇത് വൈഞ്ഞാവല് ഇതും കൊടുത്ത്. ഇത് കഴിഞ്ഞ് സാധനം ഇവിടെ ഉണ്ട് കേട്ടോ, സാധനം ഉണ്ട്. പിന്നെ എന്താണ് ഇതിമ്മ കായ് അമ്പായങ്ങ. 100 ഫുള്ള് പോവാ. അടുത്ത പൂവിട്ട് ഇതൊരു 250. ഇത് നമുക്ക് അവിടെ വില താകണില്ല. താകുകയാണെങ്കിൽ നമുക്ക് ഇനി താത്തി കൊടുക്കും. ഇന്നലെക്കാണ്ട് ഫുള്ള് പോവാ കായ്. പിന്നെ ചെടിന്റെ പരിപാടി നമ്മൾ നിർത്തിട്ടോ. ചെടി ഞാൻ കൊടുക്കണില്ല. പിന്നെ നമ്മളെ വെറൈറ്റി കുറ്റിക്കുരുമുളക്. ഇനി നമുക്ക് അതായത് പറ്റ ചീപ്പിന് അടിച്ചാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ചെടിയും കൊണ്ടുവരും. കുറ്റിക്കുരുമുളക് താങ്ങണം. കുറ്റിക്കുരുമുളക് ഇതാകണേ. ഇതിമ്മ കണ്ട ഈ തിരിയിട്ട് കായ് ഉണ്ടാണതാ. ഇത് 100 ഉറുപ്പ്യ. അന്ന് 10 ഉറുപ്പ്യ കൊടുത്ത്. പിന്നെ ഇതൊരു മുസമ്പി, മാൾട്ട മുസമ്പി, ഇന്ത്യ മുസമ്പി എന്നൊക്കെ പറഞ്ഞ ആ സാധനമാണ്. ഇത് നമുക്ക് 250. പിന്നെ നമ്മളിപ്പോ കുടിച്ചില്ലേ, അതിന്റെ ആ ഇത് ജ്യൂസ് അടിച്ച കുടിച്ചതില് ആ പുളിയാണ്. അത് ജ്യൂസ് അടിക്കാൻ പറ്റുള്ളൂ. ഇത് കഴിക്കാൻ പറ്റും, മധുരമുള്ളത്. ഇതൊരു 2-3 നോക്കേണ്ടി വരും കേട്ടോ. അത് നമുക്കൊരു 200 ഉറുപ്പ്യ കൊടുക്കാം. അതൊക്കെ പുതിയ ഐറ്റം കേട്ടോ സാധനം, വെറൈറ്റി ആണ്. പിന്നെ വൈറ്റ് ഞാവൽ 5. പിന്നെ നമ്മളെ ഇതാള് NIT റംബൂട്ടാന്.
എത്ര കൊടുക്കാം? റംബൂട്ടാൻ നമുക്കൊരു നമ്മളിതുവരെ വിറ്റീൻ്റെ 250 ഏകദേശം വിലയാണ്. നമുക്ക് അവിടെ കിട്ടുന്നതനുസരിച്ച് നമുക്ക് എത്രയും ചീപ്പ് അടിച്ചാൽ ഇനിയിപ്പോ നമ്മളാ ഒരു 2 ആഴ്ച കൊണ്ട് നമുക്ക് ആ റെഡ് ജാക്ക് പിന്നെ ലോങ്ങിന് ഒക്കെ ഇപ്പൊ സാധനം കൊണ്ടുവരണം. തെങ്ങും തൈയാ? തെങ്ങും തൈ ഇത് നമ്മളെ കുറ്റിയാടിയാണ്. കുറ്റിയാടി നമുക്ക് 200-150. ചെറുത് 200, ചെറുത് 150. മറ്റേ നമ്മളെ ഗംഗാബോണ്ടം ചെടി അതാ ഫാമാണ്, ഗ്രീൻ ഫാം. അത് 150. നമുക്ക് തെങ്ങും തൈ നമുക്കൊരു 250 കൊടുക്കാം. അത് മറ്റേതാട്ടോ, കുള്ളനാണ്. ആ ചെടി 150. ആ നമ്മളെ വീടിന്റെ ഉള്ളിലൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഇത് ബനാന, റെഡ് ബനാന. ഇത് 300 റുപ്യ. തൈന്റെ വലിപ്പം കണ്ടോ? ഇതാ പച്ചയിലും മധുരമുള്ളൊരു വാങ്ങ. പച്ചി അതായത് നമുക്ക് പൂക്കണമെന്നില്ല, പച്ചയിൽ തന്നെ കഴിക്കാം. അത്യാവശ്യം മധുരമുള്ള വാങ്ങാം. അത് 200 റുപ്യ. ഇനി ഇതാണ് ഇപ്പൊ നമ്മളെ മറ്റേ ഈ സാധനം നമ്മളേക്ക് എത്തിയിട്ടില്ല. ഇതേതാ? ആ ദുർമൽ. ഇതൊക്കെ നമ്മള് അങ്ങനെ സെറ്റ് ചെയ്തേക്കണം. ഇതേ അവളെ മരമുന്തിരി ജബോട്ടിക്കാവ് പറഞ്ഞ ഈ സാധനം. ഇത് റെഡ് ഹൈബ്രിഡ് അല്ല, ഇത് അത്യാവശ്യം നല്ല സാധനമാണ്. ഇതൊരു 3 കൊല്ലം കൊണ്ട് കായ്ക്കും. ഇത് അതായത് മരമുന്തിരി അറിയും. അതായത് ഇതിമല്ലേ മുന്തിരി മരക്ക് ഇങ്ങനെ ഉണ്ടാവും മരത്തുമ്മ. അതായത് മരമുന്തിരി, ഇതിന്റെ പേര് ജബോട്ടിക്കാവ് ആണ് അതിന്റെ പേര്. ഇത് നമ്മൾ കൊടുക്കാനുള്ള പ്ലാന്റ് അല്ല, നമ്മള് മന്ത്രളാക്കി സെറ്റ് ചെയ്യാൻ വെച്ചാ. അപ്പൊ ഏകദേശം ഇത്ര സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനിയും സാധനങ്ങൾ വരും. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ നമ്മളെ പഴയ ഇതിൽ ഇവിടെ അടുത്തിട്ടോ, മലപ്പുറം ജില്ലയില് പൂക്കോട്ടൂരാണ്, ഇവിടെ വെള്ളൂരാണ് സ്ഥലത്താണ്. അപ്പൊ നമ്പർ നമ്മളെ പഴയ വീഡിയോയിലുണ്ട്, പഴയ വീഡിയോയിൽ കണ്ടാൽ മതി. ഇതിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ, കുറെ ആൾക്കാർ ലോങ്ങിന്ന് വിളിക്കണം. ലോങ്ങിന്ന് വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മള് എന്താ വെച്ചാല് ഇത് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണ പരിപാടിയൊന്നുമില്ല. ഇവിടെ വരാൻ ഇഷ്ടപ്പെട്ട എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതലായിട്ട് ഓഫറും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. പെട്ടെന്ന് വരാം, സാധനം വാങ്ങാം. ഇനിയും പുതിയ പ്ലാന്റൊക്കെ വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.